മൂക്ക് താഴോട്ട് നീണ്ട 3.25 കോടി വരുന്ന മലയാളി ലോകത്തിന്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ അഭിമാന നിമിഷം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ ലോക മലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരുമിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ. ഒരുമിച്ച് തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് നാം ശ്രമിച്ചത്. ആവന്തിക ഈ കൂട്ടത്തിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ആവന്തിക അവരുടെ വീടിന്റെ കൂപ്പണെടുത്ത് അത് നേരെ ജില്ലാ കളക്ടർക്ക് നേരെ തിരിച്ചു നനച്ചു അഭിമാനത്തോടെ. ഞങ്ങൾ അവസാനം അവതരിപ്പിച്ച നാറ്റിവിറ്റി കാർഡ് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് നാറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ പറ്റൂല. ജില്ലാ കളക്ടർ കേരളീയനല്ല. പക്ഷേ ആവന്തിക ആ ടോക്കൺ എടുത്ത് കളക്ടറെ കാണിച്ചപ്പോ കേരളത്തിലെ കേഡറായതുകൊണ്ട് കേരളത്തിനോടൊപ്പം വന്ന വയനാട്ടിലെ ജില്ലാ കളക്ടർ മേഘശ്രീ IAS പിടിച്ചു നിൽക്കാനാകാതെ വിതുമ്പി. കേരളം അഭിമാനത്തോടെ പറയട്ടെ, മലയാളത്തിൽ ജീവിക്കുന്നവരും മലയാളത്തെ സ്നേഹിക്കുന്നവരുമായ അതുപോലെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ കണ്ണിലെ പവിത്രമായ ഈ കണ്ണീർ തുള്ളികളുടെ കരുത്താണ് കേരളത്തിലെ ഗവൺമെന്റിന് ഇത്തരം ഇച്ഛാശക്തി ഏറ്റെടുക്കാനും അത് പൂർത്തീകരിക്കാനും സാധിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പുഞ്ചിരി പറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിനാണ് 298 പേരെ നമുക്ക് നഷ്ടപ്പെട്ടത്. പുഞ്ചിരി മറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെന്റ് ഈ വീടുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ആത്മാഭിമാനത്തോടെ എല്ലാ ഘട്ടങ്ങളിലും ജൂലൈ 30 രാവിലെ പുലർച്ചെ 3:80 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിക്കുന്നത്. എന്നെ മാത്രമല്ല, ഈ ഇരിക്കുന്നതിൽ പലരെയും. പുലർച്ചെ 3:50 ഉരുള് പൊട്ടി മിനിറ്റുകൾക്കകം കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റിരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തു, ഒപ്പം നിർത്താവുന്ന എല്ലാവരെയും ഒപ്പം നിർത്തി. മനുഷ്യനായി മണ്ണിൽ ജീവിച്ചവന്റെ വികാരങ്ങൾ പൂർണ്ണമായി ഇതിനോടൊപ്പം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു, ഈ നഗരത്തിലേക്ക് സംഭാവന ചെയ്ത എല്ലാവരുടെയും പേരുകൾ ഓരോ വീടിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുകയല്ല, ഇവിടെ വെക്കുന്ന ഒരു പുതുശിലയിൽ അവരുടെ എല്ലാം പേരുണ്ടാകും. കാരണം ഓരോന്നും ഓരോ പ്രദേശത്തിനായി വിട്ടുകൊടുക്കാനാകാത്തത് കൊണ്ട് ഈ നഗരം കേരളത്തിന്റെ സ്വന്തമായ നഗരം അതുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് ഓരോ ഘട്ടത്തിലും യഥാർത്ഥത്തിൽ ഉയരുന്നത് കേരളം മുഖ്യമന്ത്രിയുടെയോ ഗവൺമെന്റിന്റെയോ യശസ് അല്ല. മൂക്ക് താഴോട്ട് നീണ്ട 3.25 കോടി വരുന്ന മലയാളി ലോകത്തിന്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ അഭിമാന നിമിഷം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ ലോക മലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജൻ. അടുത്തത് ഉദ്ഘാടന ചടങ്ങാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ പണികഴിപ്പിക്കുന്ന വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. ഇവിടെ നമ്മുടെ നാടിന്റെ പ്രത്യേകത ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും നാം അവതരിപ്പിക്കുകയാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും നമ്മുടെ സാഹോദര്യ ബന്ധവും. പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം കേട്ടോ. മുണ്ടക്കൈ ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നൽകുന്ന കൽപ്പറ്റയിലുള്ള അതിൻ്റെ മെയിൻ കവാടം കേട്ടോ, അവിടെയാണ് എത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾ വന്നുകൊണ്ട് സമാനതകളില്ലാത്ത
ഒരു ദുരന്തം. അവശേഷിച്ചവർ ഇവിടെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിച്ചവരാണ്, ഒരുമിച്ച് തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് നാം ഇവിടെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും നാം അവതരിപ്പിക്കുകയാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും നമ്മുടെ സാഹോദര്യ ബന്ധവുമാണ് ഇന്ന് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തുന്നതിനിടയാക്കിയിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബഹുമാനായ അധ്യക്ഷൻ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തബാധിത കുടുംബങ്ങൾ മനുഷ്യൻ സാധാരണ സ്വപ്നം കാണുന്നവരാണ്. ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം ആ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചിന്തിച്ചവരുണ്ടാവും. എന്നാൽ അവരുടെ മനുഷ്യനെ നടുക്കുന്ന തരത്തിലുള്ള ദുരന്തത്തിനാണ് അവരിരയായത്. സമാനതകളില്ലാത്ത ഒരു ദുരന്തം. അവശേഷിച്ചവർ ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒട്ടും എളുപ്പമായിരുന്നില്ല നമ്മുടെ യത്നം എന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായി ഒരു രാത്രി കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ, ഒറ്റവരെയും കുടിയവരെയും നഷ്ടപ്പെടുന്ന അവസ്ഥ, ജീവനോപാധികൾ ഇല്ലാതാകുന്ന നില, ശാരീരികമായ ആവശ്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ, അങ്ങനെ ഒട്ടേറെ യാതന അനുഭവിക്കുന്ന സഹോദരങ്ങളെയാണ് ആ ദുരന്തം. എല്ലാ സ്കൂളിനും സോണിനും നടുവിൽ ഗ്രീനറി. ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കുടുംബാരോഗ്യ കേന്ദ്രം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു ലൈബ്രറി, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു മാർക്കറ്റ്, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കളിക്കളം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു പൊതു ഇടം. അതെല്ലാം കൂടി പൂർത്തീകരിക്കുന്നു. ചിലർ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് വന്നാൽ, കോഡ് ഓഫ് കോണ്ടക്ട് വന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഈ പണി നിർത്തുമോ? ഈ പണി ഒരു ദിവസം പോലും നിർത്താതെ തുടർച്ചയായി അതിന്റെ പദ്ധതി പൂർത്തീകരിക്കും വരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, ഈ ദുരന്ത ബാധിതരിൽ ഇവിടെ പൂർത്തീകരിക്കുന്ന വീടുകളിലേക്ക് വരാനുള്ളവർക്ക് യഥാർത്ഥ കാലവർഷം
മഴത്തുള്ളിയായി വയനാട്ടിന്റെ തലയ്ക്ക് മീതെ പതിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലേക്ക്, ഈ നഗരത്തിലേക്ക് വരേണ്ട അവസാനത്തെ ആളുടെ താക്കോലും കൈമാറാൻ കഴിയുന്ന വിധത്തിൽ അഭംഗുരം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഇത് മാത്രമല്ല, ഈ മാസം വരെ ഇനി ഈ വീടുകളിലേക്ക് കയറും വരെ അത് തുടരും. 300 രൂപയുടെ ജീവനോപാധി വെച്ച് 9,000 വീതം ഒരു വീട്ടിലെ 2 പേർക്ക് കൊടുക്കുന്ന സഹായം അങ്ങനെ തുടരും. 1000 രൂപയുടെ ഫുഡ് കൂപ്പൺ തുടരും. ഇത് മാത്രമല്ല, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയ അനുഭവങ്ങളിലേക്ക്, വെള്ളാർമലയുടെ താഴ്വാരത്ത് ഒരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ ഉണ്ണിമാഷിയുടെ കുട്ടികൾ പഠിക്കുന്ന വെള്ളാർമലയിലെ സ്കൂള് ഭൂമി ഏറ്റെടുത്ത് അതുപോലെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അഭംഗുരം നാം മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനം കേരളം ഒരു മനസ്സായി നടത്തിയതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, ഏതെങ്കിലും ഒരു നിറത്തിന്റെ, ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ മാത്രം സ്വത്തല്ല. കേരളത്തിൽ എല്ലാവരും, പക്ഷമുള്ളവരും ഇല്ലാത്തവരും കേരളം. ഈ നഗരത്തിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് നാം ശ്രമിച്ചത്.